നമസ്കാരം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാകുന്നു. എന്നാൽ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത വിധമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ പല തരത്തിലുള്ള വ്യക്തികളുമായി നാം സമ്പർക്കത്തിൽ വരുന്നതുമാകുന്നു. ഇവർ അടുത്ത ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, പരിചയക്കാർ, അപരിചിതർ, അങ്ങനെ പലരുമാകാം. എന്നാൽ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കണം എന്നില്ല. ചിലർ ജീവിതത്തിൽ അടുത്തു കൂടുന്നത് നമ്മുടെ നാശത്തിനാകാം. എന്നാൽ ഇത് പലപ്പോഴും നാം തിരിച്ചറിയണം എന്നില്ല. കണ്ണുമൂടിയ അവസ്ഥയിലൂടെ ഈശ്വരാധീനം ഇല്ലാത്തതിനാൽ നമ്മളിൽ പലരും ഇന്നും ഇത്തരത്തിൽ ജീവിക്കുന്നവരാകുന്നു. എന്നാൽ എന്തെങ്കിലും സന്ദർഭത്തിൽ ഈശ്വരാധീനത്താൽ ഈ വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതായ ചില സൂചനകളുണ്ട്, അഥവാ നിങ്ങൾക്ക് ഇത്തരം സൂചനകൾ ലഭിക്കുന്നതാകുന്നു. അപകടകരമായ ഈ സൂചനകളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇത് നാം തിരിച്ചറിഞ്ഞ് അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ സൂചനകൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തളർച്ച. ചില വ്യക്തികളെ നാം കണ്ടാൽ അന്നേ ദിവസം തളർച്ച അല്ലെങ്കിൽ അസുഖം, അപകടങ്ങൾ വന്നു ചേരും. ഈ കാര്യം പലപ്പോഴും നിങ്ങൾക്ക് ആദ്യം തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ പിന്നീട് ശ്രദ്ധിച്ചാൽ ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യമാകുന്നതുമാണ്. ഇതൊരു അശുഭകരമായ സൂചന തന്നെയാകുന്നു. ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ എന്തെങ്കിലും തരത്തിൽ വലിയ ചതി അല്ലെങ്കിൽ മറ്റു ദോഷങ്ങൾ കൊണ്ടുവരും എന്നാണ് ഇതിലൂടെ, ഈ സൂചനയിലൂടെ അർത്ഥമാക്കുന്നത് അഥവാ വ്യക്തമാക്കുന്നത്. കുടുംബദേവത അഥവാ പരദേവത പ്രീതിയാലും ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താലുമാണ് ഈ സൂചന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയുക. അതിനാൽ ഇതൊരിക്കലും കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുവാൻ പാടുള്ളതല്ല. വലിയ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു സൂചന തന്നെയാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്നതാണ് വാസ്തവം. വിഷമങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ. രണ്ട് തരത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു. ഒന്ന് അറിഞ്ഞുകൊണ്ടും മറ്റൊന്ന് അറിയാതെയും. അറിയാതെ തെറ്റ് ചെയ്യുന്നവരെ സൂക്ഷിക്കേണ്ടതായിട്ടില്ല. എന്നാൽ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും ആ തെറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നവരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവർ എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരും അവരുടേതായ ശരികൾ അതിൽ കണ്ടെത്തുകയും ചെയ്യും. ഇതിനാൽ ആരെല്ലാം ദുഃഖിക്കുന്നുവോ, ആർക്കെല്ലാം ആപത്തുകൾ വന്നു ചേരും എന്നൊരിക്കലും അവർ ചിന്തിക്കുന്നതല്ല. എന്നാൽ ഇവരോടൊപ്പം നമ്മളും അല്ലെങ്കിൽ അവരുടെ കർമ്മത്താൽ നമ്മുടെ ജീവിതത്തിലൂടെ വലിയ ആപത്ത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഇതിനാൽ ഇവരിൽ നിന്നും അകലം പാലിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യവും ഈ സമയം ഓർത്തിരിക്കേണ്ടതാകുന്നു. മുതലെടുക്കുന്നവർ. മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ ധർമ്മം തന്നെയാകുന്നു. സഹായിക്കുവാൻ സാധിക്കുന്ന സമയം മറ്റുള്ളവരെ സഹായിച്ചാൽ അത്യാവശ്യ ഘട്ടത്തിൽ അവർ നമ്മെ സഹായിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കർമ്മഫലം വന്നു ചേരും. എന്നാൽ അർഹതയില്ലാത്തവരെ നിങ്ങൾ ഒരിക്കലും സഹായിക്കുവാൻ പാടുള്ളതല്ല. ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പരാമർശിച്ചിരിക്കുന്നതായ കാര്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ നമ്മളെ മുതലെടുക്കുകയും ഇതിനാൽ വിലപ്പെട്ട സമയം നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നറിയുക. അസൂയ. അസൂയയാൽ ഒരു വ്യക്തിക്ക് പിന്നീട് ദേഷ്യം, ഈർഷ, അത്യാഗ്രഹം, വാശി എന്നിവ വന്ന് ചേരുന്നതാകുന്നു. അസൂയ ഇവയുടെ മൂല കാരണം തന്നെയാണ്. അതിനാൽ ഇത്തരത്തിൽ അസൂയയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവരുടെ അസൂയയാൽ നമ്മുടെ ജീവിതത്തിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഥവാ പ്രതിസന്ധികൾ വന്ന് ചേരുവാൻ കാരണമായി തീരും. അതിനാൽ ഇതൊരിക്കലും നിങ്ങൾ വഴിയൊരുക്കി കൊടുക്കരുത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കരുത് എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ സർവ്വതും നഷ്ടപ്പെടാൻ ഇത് കാരണമായി തീരും.
അതിനാൽ ഇത്തരം വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. കുറവുകൾ മാത്രം. കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്തതായ മനുഷ്യർ ഉണ്ടാകുന്നതല്ല. എന്നാൽ എപ്പോഴും നിങ്ങളുടെ കുറവുകളെ പറ്റി മാത്രം പറയുകയും നമ്മുടെ ആത്മവിശ്വാസത്തെ പറ്റി പറയുന്നവരെ ജീവിതത്തിൽ വച്ച് പുലർത്തുന്നത് അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള സുഹൃത്ത് ബന്ധങ്ങൾ അത് നിങ്ങൾക്ക് അത്ര ശുഭകരമായി ഭവിക്കണം എന്നില്ല. അവരിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അഥവാ അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടമാകുന്നതിനോ കുറയുന്നതിനോ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അർഹമായ വിജയങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതിനോ കാരണമായി തീരും. അതിനാൽ ഇത്തരം വ്യക്തികളെയും ഒഴിവാക്കുകയോ അകലം പാലിക്കുകയോ ചെയ്യുന്നതാണ് ശുഭകരം. തെറ്റായി സ്വാധീനിക്കുന്നവർ. സ്വന്തം മനസാക്ഷിക്ക് എതിരായി പ്രവർത്തിക്കുവാൻ നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മെ പ്രേരിപ്പിക്കുകയും അവ നമ്മെ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എങ്കിൽ ഒരിക്കലും അത്തരം വ്യക്തികളെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം നിർത്തുന്നത് അഥവാ കൂടെ നിർത്തുന്നത് ജീവിതം നശിക്കുന്നതിന് അഥവാ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ ഭാവിയിൽ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ഇത് തിരിച്ചറിയുകയാണ് എങ്കിൽ ഉടനെ അവരെ കൈയകലത്തിൽ മാത്രം നിർത്തുക. ഇവർ എന്തു പറഞ്ഞാലും 3 തവണയെങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ. അവർ പല രീതിയിലും സംസാരിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം ആ കാര്യം അനുകൂലമാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ മാത്രം ചെയ്യുക. അതല്ല എങ്കിൽ ഒഴിവാക്കേണ്ടതാകുന്നു. വിഷമിപ്പിക്കുന്നവർ. എപ്പോഴും നിങ്ങളെ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി വിഷമിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നവരാണ് എങ്കിൽ, അതിൽ നിന്നും അവർ സന്തോഷം കണ്ടെത്തുന്നവരാണ് എങ്കിൽ ഒരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർത്തിരിക്കുക. അവർ നിങ്ങളെ ഒരിക്കലും രക്ഷപ്പെടുത്തുവാൻ സമ്മതിക്കുകയോ സഹായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയോ ചെയ്യണം എന്നില്ല. അതിനാൽ ഇവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഇവരെ ഒരു കൈയകലത്തിൽ നിർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇഷ്ടദേവതയെ നിത്യവും ഭജിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഈശ്വരപ്രദം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം വർദ്ധിക്കുകയും ഇവരിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം അല്ലെങ്കിൽ ഇവരെ തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.